ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഹൈത്തോയാണെങ്കിലോ നമ്മുടെ യുഷിക്കുവാനെ കണ്ടിട്ട് വല്ലാണ്ട് പേടിക്കും. അയ്യോ, നീ എങ്ങനെയാണ് എന്റെ വീട് കണ്ടെത്തിയത്? എങ്ങനെ നീ എന്റെ റൂമിലേക്ക് കയറി? അല്ല, നീ എന്നെ ഫോളോ ചെയ്ത് വന്നതാണോ? നീ ആരാണെന്ന് പോലും എനിക്കറിയില്ലല്ലോ. നീ എവിടെ നിന്നാ വന്നതെന്നും ചോദിച്ച് വല്ലാണ്ട് പേടിച്ചിരിക്കും. അപ്പൊ തന്നെ യുഷിക്കുവ എന്ന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഷിക്കാന്ന് നമുക്ക് മാറ്റാം. ഷിക്കയാണെങ്കിലോ ഹൈത്തോനെ അടുത്തേക്ക് പിടിച്ചു നിർത്തിയിട്ട്, നിനക്ക് ഗേൾഫ്രണ്ട് ഇല്ലാന്ന് പറഞ്ഞല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്? ഞാൻ അതിനു വേണ്ടിയിട്ടാണ് വന്നത്. എത്രയും പെട്ടെന്ന് നമ്മുടെ ശരീരങ്ങൾ തമ്മിൽ ഒന്നാവണം, എന്നാലേ എനിക്കിവിടെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നും പറഞ്ഞ് ഹൈത്തോനെ ബെഡിലേക്ക് പിടിച്ചു കിടത്തിയിട്ട് പെട്ടെന്ന് ഹൈത്തോന്റെ ചുണ്ടിൽ പിടിച്ചൊരു കടി കൊടുക്കും. ഹൈത്തോ അപ്പൊ തന്നെ പേടിച്ച് ഷിക്കനെ തള്ളി മാറ്റും. ഇതേ നോക്ക്, ഈ ഫസ്റ്റ് നൈറ്റ് ഒക്കെ വേണ്ടാന്ന് പറയുന്ന അത്രക്ക് നല്ല പയ്യനൊന്നും അല്ല ഞാൻ. എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഡേറ്റ് ചെയ്യണം, പിന്നെ ലവ് ചെയ്യണം, ആദ്യം ഒരു ടച്ച്, അതിനുശേഷം ഒരു കിസ്, പിന്നെ നമുക്ക് ഫസ്റ്റ് നൈറ്റ്, അതിനുശേഷം മാരേജ്. ഈ ഒരു റൂട്ടിൽ വേണമെങ്കിൽ നമുക്ക് പോകാം. അല്ലാണ്ട് ഇങ്ങനെ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് നാണോകില്ലെന്ന് ഇങ്ങനെ ചോദിക്കും. പെട്ടെന്നാണ് വാതിൽക്കല് അമ്മ വന്ന് കൊട്ടുന്നത്. അയ്യോ, എന്റെ അമ്മ വരുന്നുണ്ട്, നീ എവിടെയെങ്കിലും പോയി ഒളിച്ചോന്നും പറഞ്ഞ് ഷിക്കനെ തള്ളി മാറ്റി ഇവൻ വാതിൽ തുറക്കാനായിട്ട് പോകുമ്പോഴേക്കും അമ്മ വാതിലും തുറന്നു വന്ന് അയൺ ചെയ്ത് വെച്ച ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് പോകും. പിന്നെയാണ് ഹൈത്തോ ഷിക്കനെ നോക്കുന്നത്. അവിടെയെങ്ങും പുള്ളിക്കാരിനെ കാണുന്നില്ല. ഇവളിതെവിടെ പോയി എന്നും പറഞ്ഞ് നേരെ അങ്ങനെ ഡഗ്ലസിനെ കാണാനായിട്ട് ചെല്ലും. ഇന്നെന്നെ ഒരു പെണ്ണ് കാണാനായിട്ട് വന്നിരുന്നടാ. ആദ്യം ഞാൻ വിചാരിച്ചത് പ്രാങ്ക് ആണെന്നാണ്. പിന്നെ അവള് വന്നിട്ട്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, 500 വർഷമായിട്ട് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞടാ. എനിക്കൊരു കാര്യം പിടികിട്ടിയില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഡഗ്ലസ്, ആ പെണ്ണിനെ കാണാനായിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഏഷ്യൻ കാലഘട്ടത്തിലെ വാര്യറിനെ പോലെ ഉണ്ടായിരുന്നു. അവള് കറുപ്പ് ഡ്രസ്സാണോ ഇട്ടിരുന്നത്? കറുപ്പ് ഹെയർ ആണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അതേടാ അതെ, ഇതൊക്കെ നീ എങ്ങനെ കണ്ടുപിടിച്ചു? കറക്റ്റ് ആയിട്ടാണ് നീ പറഞ്ഞെന്ന് ഹൈത്തോയും പറയും. വേറൊന്നുമല്ലടാ, നിന്റെ പുറകില് അതേപോലെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. നീ വന്നപ്പോ മുതല് ആ പെൺകുട്ടിയും അവിടെയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചെന്നറിയും. ഹീറോ ആണെങ്കിൽ തിരിഞ്ഞു നോക്കി ഷിക്കേനെ കണ്ട് പേടിച്ചു പോകും. അങ്ങനെ അവസാനം ഷിഗേനെ പിടിച്ചിരുത്തി ഒരു ഗ്ലാസ് പെപ്സി ഒഴിച്ചു കൊടുത്ത് കുടിക്കാനായിട്ട് പറയും. ഷിഗയാണെങ്കിലും ഇത് കണ്ട്, ഇതെന്താണ് ഇങ്ങനെ ഒരു കളറ്? ഇനി കാണുന്ന വല്ലതും കോരിക്കൊണ്ടു വന്ന വെള്ളമാണോന്ന് ഇങ്ങനെ ചോദിക്കും. ഏയ് അങ്ങനെയൊന്നല്ല, ഇത് കുടിച്ചാൽ എനർജി കിട്ടും, കുടിച്ചോന്ന് ഇവരും പറയും. അങ്ങനെ ഇത് കുടിച്ചു നോക്കിയിട്ട്, ആ കൊള്ളാം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് കുടിച്ചിട്ട് എനിക്ക് നല്ല എനർജി കിട്ടുന്നുണ്ട്, വാ നമുക്കിപ്പോ തന്നെ പോയിട്ട് ഒന്നാകാം, നമുക്ക് ഇണചേരാന്ന് പറയും. ഇത് കേട്ട് കുടിച്ചോണ്ടിരുന്ന പെപ്സി പോലും ഇവരാണെങ്കിൽ തുപ്പിക്കളയും. അയ്യോ, ഈ പബ്ലിക് പ്ലേസിൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ആദ്യം ഒന്ന് ഡേറ്റ് ചെയ്യണം, അതിനുശേഷമല്ലേ പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങള്. എന്തായാലും കുറച്ച് ടൈം എടുക്കുമെന്ന് പറയും. ഓഹോ, അപ്പോ അങ്ങനെയാണോ കാര്യങ്ങള്? അപ്പോ ഡേറ്റിംഗ് കഴിഞ്ഞ് സ്ട്രൈറ്റ് ഫസ്റ്റ് നൈറ്റ് ആയിരിക്കൂലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ, എപ്പോഴും അവസാനം ഈ ഫസ്റ്റ് നൈറ്റിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് എന്താണ്? വേറൊന്നും നിനക്ക് പറയാനില്ലേന്ന് നമ്മുടെ ഹൈത്തോയും ചോദിച്ചോണ്ടിരിക്കും. ആ ടൈമിനാണ് ഡഗ്ലസ് ഫോണിലുള്ള ആ ലേഡി വാരിയറിന്റെ ആ ഒരു ഫോട്ടോ എടുത്ത് മാച്ച് ചെയ്ത് നോക്കുന്നത്. രണ്ടുപേരും ഒരേപോലെയാണെന്ന് അപ്പൊ തന്നെ ഡഗ്ലസ് ഹൈത്തോന്റെ അടുത്ത് പറയും. ഹൈത്തോനാണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആകും. ഞാൻ ആ റിച്വൽസ് ചെയ്തത് കൊണ്ട് വന്ന ലവ് ദേവതയാണല്ലേ നീ എന്നിങ്ങനെ ചോദിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അപ്പൊ തന്നെ ഷിക, എന്നാ ദേവത അങ്ങനെയൊന്നും വിളിക്കണ്ട, എന്റെ പേര് ഷിക എന്നാണ്, എന്നെ അങ്ങനെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. എന്തായാലും ഞാനും അവളുടെ കൂടെ പോയിട്ട് വരാന്നും പറഞ്ഞ് ഡഗ്ലസിന്റെ അടുത്ത് ബായൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹൈത്തോയും ഷിക്കയുടെ പുറകെ പോകും. പക്ഷെ ഡഗ്ലസിനാണെങ്കിലോ ഹീറോയിന്റെ മേത്ത് എന്തോ ഒരു ഡൗട്ടൊക്കെ വരുന്നുണ്ട്. അതേ ടൈം ഹീറോയിൻ, അല്ല നീ എന്റെ അടുത്ത് ഡേറ്റിംഗ് ചെയ്യണോന്നോ അങ്ങനെ എന്തോ പറഞ്ഞില്ലേ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണോന്ന് ഇങ്ങനെ ചോദിക്കും. ഓ ഡേറ്റിങ്ങോ, അതെനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാന്നും പറഞ്ഞിട്ട് ഹൈത്തോ ഷിഗേനെയും കൂട്ടി അവിടെയുള്ള ചെറിയ സ്ഥലത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോകും. ഓരോ സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് വാങ്ങിക്കൊടുക്കും. അതേപോലെ ചെറിയ ചെറിയ ഗെയിം ഒക്കെ കളിക്കും. അവസാനം രണ്ടുപേരും കൂടി കുറച്ച് കപ്പിൾ ഫോട്ടോസ് ഒക്കെ എടുക്കും. നമ്മുടെ ഫസ്റ്റ് ഡേറ്റിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് വെച്ചോന്നും പറഞ്ഞ് ഒരു കപ്പിൾ ഫോട്ടോ ഷിഗയുടെ കയ്യിലും നമ്മുടെ ഹൈത്തോ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഫോട്ടോയൊക്കെ നോക്കിയിട്ട് അപ്പൊ തന്നെ ഹൈത്തോന്റെ അടുത്ത്, എന്തുകൊണ്ടാണ് നീ നമ്മൾ ഒന്നു ചേരാനായിട്ട് ഇത്രക്ക് മടി കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ആ ടൈമിനാണ് ഹൈത്തോന ബുള്ളി ചെയ്യുന്ന ഒരു ഗ്യാങ് അങ്ങോട്ടേക്ക് വരുന്നത്. അതില് മാർവിയസ് എന്ന് പറഞ്ഞ ലീഡർ ഉണ്ടല്ലോ, നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട്, എന്താടാ നിന്നെ പോലുള്ള പൊട്ടനൊക്കെ ഇത്രയും ഭംഗിയുള്ള ഗേൾഫ്രണ്ടിനെ കിട്ടിയോ? എന്തായാലും ഇവളെ കാണാൻ സൂപ്പർ ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഷിഗയുടെ ഷോൾഡറിലേക്ക് കൈയിട്ട്, ഇന്നെ ഒരു പാർട്ടി നടക്കുന്നുണ്ട്, അതിന് നീ എന്തായാലും വരണം, അതിനുള്ള പാസ്സാണെന്നും പറഞ്ഞ് ഒരു ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് പോകും. എന്നാലും തിരികെ വന്നിട്ട്, എന്തായാലും നീ വരുമ്പോ ഒറ്റക്ക് വന്നാ മതി, ഈ കിർക്കനെ കൂട്ടിയിട്ട് വരണ്ടാന്ന് പറഞ്ഞ് ഹൈത്തോടെ നല്ല രീതിക്ക് കളിയാക്കിയിട്ടാണ് മാർവിസ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ആ ഒരു കാർഡൊക്കെ എടുത്ത് നോക്കിയിട്ട് ഹീറോയിൻ
ഹൈത്തോനാണെങ്കിലോ എന്തായാലും ഞാൻ ഈ പാർട്ടിക്ക് ഇന്ന് പോകുമെന്ന് പറയും. വേണ്ട വേണ്ട, നീ എന്തായാലും ആ പാർട്ടിക്കൊന്നും പോകണ്ട, അവിടെയുള്ളവരൊക്കെ അത്ര നല്ല ആൾക്കാരല്ലാന്ന് പറയും. ആ ഓക്കെ, ഞാൻ ഈ പാർട്ടിക്ക് പോകുന്നില്ല, പക്ഷേ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടക്കണം, എന്നാലേ ഈ പാർട്ടിക്ക് ഞാൻ പോവാണ്ടിരിക്കുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹൈത്തോന് ഭ്രാന്ത് കയറും. എന്താണ് പെണ്ണേ ഇത്, അവിടെ ചുറ്റി ഇവിടെ ചുറ്റി, അവസാനം നീ എന്തിനാണ് ഇതിലേക്ക് വന്ന് നിൽക്കുന്നത്? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുന്നതാണ്, സത്യത്തില് നിനക്ക് എന്താ പ്രോബ്ലം എന്ന് ചോദിക്കും. അപ്പൊ തന്നെ ശിഖയും, അല്ല നീയല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്, ഞാനിവിടെ നിരന്തരമായിട്ട് നിൽക്കണമെങ്കിൽ എന്നെ വിളിച്ചു വരുത്തിയ ആളുമായിട്ട് ഫസ്റ്റ് നൈറ്റ് നടക്കണം. നിനക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്തായാലും ഈ പാർട്ടിക്ക് പോകും, എന്നിട്ട് ടെമ്പററി ആയിട്ട് ഏതെങ്കിലും ഒരു പയ്യനെ കറക്കിയെടുത്ത് അവന്റെ കൂടെ ഞാൻ ഫസ്റ്റ് നൈറ്റ് നടത്തും, എന്തായാലും നീ നോക്കിക്കോന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട ശിഖ അവിടെ നിന്ന് നടന്നു പോകും. ഇവളെന്താണ് ഇപ്പോ എന്നെ വിട്ടിട്ട് പോകുന്നത്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഹൈത്തോ ആണെങ്കിലോ നേരെ ഡഗ്ലസിന്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഡഗ്ലസ് ആണെങ്കിലോ, ആ പെണ്ണ് പോവാണെങ്കിൽ പോട്ടേടാ, നീ എന്തായാലും അവളുടെ പുറകെ പോവണ്ട, എനിക്കെന്തോ അവളുടെ മേത്ത് വല്ലാത്തൊരു ഡൗട്ടൊക്കെ തോന്നുന്നു. ആ ബുക്കിലുള്ള വാര്യർ ഇല്ലേ, അതേ സെയിം ഫേസ് കട്ടാണ് അവൾക്ക്, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടടാന്ന് പറയും. എന്താടാ ഡഗ്ലസ് നീ ഇങ്ങനെ പറയുന്നത്, അവളാണെങ്കിലോ നീയല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്, എന്നിട്ട് നീ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വല്ലാണ്ട് സങ്കടത്തിലാണ് അവള് പോയത്. ശരിക്കും എനിക്കത് കേട്ടപ്പോ വല്ലാത്ത സങ്കടമായി, അവൾ എന്നെ ലവ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, അവളെ വേറെ ആരുമായിട്ട് ഒന്നായിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അവളെ ഞാൻ തിരിച്ച് കൂട്ടിക്കൊണ്ടുവരുമെന്നും പറഞ്ഞ് ഹൈത്തോയും നേരെ ആ പാർട്ടിയിലേക്ക് ചെല്ലും. അവിടെയാണെങ്കിലോ നമ്മുടെ ശിഖ ആ ഒരു മാർവിയസുമായിട്ട് ആരോ വിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. മാർവിയസ് ആണെങ്കിലോ ഹൈത്തോനെ കണ്ട്, അല്ല നിന്നെ ഞാൻ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, ഇറങ്ങി പോടാന്നും പറഞ്ഞ് കളിയാക്കും. അപ്പൊ തന്നെ നമ്മുടെ ശിഖക്ക് ദേഷ്യം കയറി ഒരാരോ എടുത്ത് മാർവിയസിന്റെ ഫേസിൽ തൊട്ടില്ല എന്നുള്ള രീതിയിൽ എറിഞ്ഞങ്ങാട് സൈഡാക്കും. അപ്പൊ തന്നെ ഹൈത്തോ ശിഖേനെയും കൂട്ടി അവിടെ തന്നെയുള്ള ചെറിയൊരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ തന്നെ ശിഖ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. സത്യം പറഞ്ഞാ നീ വേറൊരു പയ്യന്റെ കൂടെ ഇരിക്കുന്ന കാര്യം ആലോചിക്കാൻ തന്നെ എനിക്ക് ഇഷ്ടമല്ല, എന്തായാലും നിന്നെ ഞാനല്ലേ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്, ശരിയോ തെറ്റോ നീയേ എന്റെ കൂടെ തന്നെ നിൽക്ക്. ഞാനിങ്ങനെ ഡേറ്റിങ്, റൊമാൻസ്, ടച്ച്, കിസ്, മാരേജ് അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചു വെച്ചത്, പക്ഷെ നീ വന്ന ഉടനെ തന്നെ റിവേഴ്സിലാണ് പറയുന്നത്. അതിന്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക്, അല്ലാണ്ട് വേറൊരു പ്രോബ്ലവും എനിക്കില്ല. എന്തായാലും നിന്റെ ആഗ്രഹം എന്താണോ അതിന് ഞാൻ സമ്മതിക്കുവാന്ന് പറയും. അപ്പൊ തന്നെ ശിഖ, എന്തൊക്കെ വന്നാലും ഇപ്പൊ തന്നെ നമ്മള് ഒന്നാവണം, അല്ലാണ്ട് എനിക്ക് ടൈം ഇല്ലാന്ന് പറയും. ഹീറോയും വേറെ നിവൃത്തിയില്ലാണ്ട് ഓക്കെ എന്ന് പറയും. ഒരുപാട് ഡ്രസ്സൊക്കെ വെക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് തന്നെ രണ്ടുപേരുടെ ഫസ്റ്റ് നൈറ്റ് അങ്ങോട്ട് നടക്കും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഹീറോയിന്റെ കണ്ണൊക്കെ ആകെ മാറും. അതുമല്ലാണ്ട് പെട്ടെന്നൊരു 9 വാലും കൂടി നമ്മുടെ ഹീറോയിന് പ്രത്യക്ഷപ്പെടും. അതേ ടൈം ഡഗ്ലസിനെ കാണിക്കാണ്. പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ആ ലേഡി വാരിയറിനെ കുറിച്ചുള്ള എല്ലാ ഹിസ്റ്ററിയും ഇരുന്ന് വായിക്കും. അങ്ങനെ വായിക്കുമ്പോഴാണ് ആ കാലഘട്ടത്തില് 2 ഇനങ്ങള് ഉണ്ടായിരുന്നതായിട്ട് മനസ്സിലാവുന്നത്. ഒന്ന് ഹ്യൂമൻസും ഒന്ന് യോഗൻസും. അതില് യോഗൻ ഇനത്തിൽ പെട്ടതാണ് ഈ വാരിയർ ലേഡി. അതുമല്ലാണ്ട് ആ വാരിയേഴ്സിനെ എല്ലാവരെയും ഡീമൻ ഫോക്സ് എന്നാണ് വിളിക്കുന്നത്. അവർക്ക് 9 വാലുകളും ഉണ്ടാകുമെന്നും പറഞ്ഞൊക്കെ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് ഡഗ്ലസ് ആകെ ഷോക്കാകും. അതുമല്ലാണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യവും കൂടി അതിലുണ്ട്. ഈ ഡീമൻ ഗേൾസ് എല്ലാവരും തന്നെ 500 വർഷങ്ങള് ഒരു സ്ഥലത്ത് അടഞ്ഞു കിടക്കും. അവരെങ്ങനെയെങ്കിലും ഈ വേൾഡിലേക്ക് വന്നു കഴിഞ്ഞാല് അവർക്ക് ഈ വേൾഡിൽ നിരന്തരമായിട്ട് നിൽക്കാനും അവരുടെ പൂർണ്ണ ശക്തി ലഭിക്കാനും വേണ്ടി ഒരു ഹ്യൂമനെ തിരഞ്ഞെടുത്ത് അവനുമായിട്ട് ഫസ്റ്റ് നൈറ്റ് നടത്തണം. അങ്ങനെ ഫസ്റ്റ് നൈറ്റ് നടന്നു കഴിഞ്ഞാല് ആ ഹ്യൂമന്റെ സോളും അതേപോലെ ഈ ഡീമന്റെ സോളും തമ്മിൽ ഒന്നു ചേരും. അങ്ങനെ ഒന്നു ചേർന്ന് കഴിഞ്ഞാല് ഈ ഡീമൻ ഫോക്സിന്റെ എല്ലാ ശക്തിയും ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നും പറഞ്ഞ് അതിൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഡഗ്ലസിന് പേടിയാകും. ഇതിനു വേണ്ടിയിട്ടായിരുന്നു അവള് അവന്റെ പുറകെ നടന്ന് വാ നമുക്ക് ഫസ്റ്റ് നൈറ്റ് നടത്താം വാ വാന്നും പറഞ്ഞ് വിളിച്ചോണ്ടിരുന്നത്. ദൈവമേ, ഈ കാര്യം അവനെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്നും പറഞ്ഞിട്ട് ഡഗ്ലസ് നേരെ ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ഓടും. അതേ ടൈം നമ്മുടെ ഹീറോ ആണെങ്കിലും എല്ലാം കഴിഞ്ഞ ഒരു സന്തോഷത്തില് ഇത്രയും ഭംഗിയുള്ള പെൺകുട്ടി എന്റെ ഗേൾഫ്രണ്ട് അവൾ എന്റെ കൂടെ ഉണ്ടായി എന്നും പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. അപ്പോഴാണ് ഡഗ്ലസ് കൂടി ഹൈത്തോന്റെ അടുത്തേക്ക് വരുന്നത്. എവിടെയാണ് അവൾ എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കും. അവള് ദേ ഈ വഴി എങ്ങോട്ടോ പോകുന്നുണ്ടായിരുന്നു എന്നറിയും. അവൾ എന്തായാലും പോയ വഴി പോയിക്കോട്ടെ, നീ അവളുടെ പുറകെ പോവാൻ നിൽക്കണ്ട, നീ അവളുടെ കൂടെ ഒന്നായിട്ടൊന്നും ഇരുന്നില്ലല്ല, അവളെ വേറെ ആരും അല്ലടാ, ഡീമൻ ഫോക്സ് ആണ്, 9 വാലൊക്കെ അവൾക്കുണ്ട്, നീ അവളുടെ കൂടെ ഒന്നായിരുന്ന നീ
നിനക്കാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന കഥയെല്ലാം ഡഗ്ലസ് അങ്ങനെ ഹൈത്തോന് വിവരിച്ചു കൊടുക്കും. അവസാനം ഡഗ്ലസ് നീ അവളുടെ കൂടെ ഒന്നായിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ ഹൈത്തോ പേടിച്ച് വല്ലാണ്ട് റിയാക്ഷൻ ഒക്കെ ഇട്ടിരിക്കും. ഹൈത്തോന്റെ റിയാക്ഷൻ കാണുമ്പോ തന്നെ ഡഗ്ലസിന് ഏകദേശം കാര്യമൊക്കെ പിടികിട്ടും. അന്ന് ഞാൻ ഈ കാര്യം നിന്റെ അടുത്ത് ചോദിച്ചപ്പോ എന്തൊക്കെ ഡയലോഗ് ആയിരുന്നടാ, ഞാൻ നല്ല പയ്യനാണ്, ഞാൻ ഭയങ്കര നീറ്റാണ്, മാരേജ് കഴിയാണ്ട് എന്റെ ചൂണ്ടുവിരല് പോലും ഒരു പെൺകുട്ടിയുടെ മേട്ട് തൊടില്ല എന്നൊക്കെ പറഞ്ഞ് ഒടുക്കത്തെ ഡയലോഗ് ആയിരുന്നല്ലോ. എന്നിട്ടിപ്പോ കിട്ടിയപ്പോ പുലി പായുന്ന പോലെ അവളുടെ മേത്തേക്ക് പാഞ്ഞല്ലേടാ. ഇനി ഒരു തവണ കൂടി ഇങ്ങനെയുള്ള ഡയലോഗ് എന്റെ അടുത്ത് പറഞ്ഞ നിന്റെ ചെപ്പക്കുത്തി ഞാൻ അടിച്ചു പൊട്ടിക്കും. എന്തായാലും അതൊക്കെ പോട്ടെ, അവളെവിടെ, അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധം എങ്ങനെയെങ്കിലും നമുക്ക് വേർപെടുത്തണം, നമുക്ക് അവളെ കണ്ടുപിടിക്കാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അവിടെ ഇവിടെയൊക്കെ ശിഖേനെ അന്വേഷിച്ചു നടക്കും. അവസാനം മാർവിയസിന്റെ ഫ്രണ്ടിലേക്കാണ് ചെല്ലുന്നത്. മാർവിയസ് ആണെങ്കിലോ നീ നിന്റെ ഗേൾ ഫ്രണ്ടിനെ അന്വേഷിച്ച് നടക്കുവാണോ, അവളെ ഉണ്ടല്ലോ നേരത്തെ തന്നെ കറക്റ്റ് ചെയ്ത് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അവരാണെങ്കിലോ നമ്മുടെ ഹൈത്തോനെ നല്ല രീതിക്ക് കളിയാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് കേട്ടിട്ട് ഹൈത്തോയും ഡഗ്ലസും വല്ലാണ്ട് ഷോക്കാകും. എന്ത് നേത്തന്നെ അവളെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോയോ, എന്തായിരിക്കും ഇനി അവന്റെ അവസ്ഥയെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി നേത്തന്റെ റൂമിലേക്ക് വെച്ച് പിടിക്കും. അതേ ടൈം ശിഖ ഇപ്പോ നേത്തന്റെ റൂമിലാണ്. അങ്ങനെ റൂമിലേക്ക് ചെന്ന് റൂമൊക്കെ ചുറ്റി കറങ്ങി നോക്കുമ്പോ ഏതൊരു ടാഗ് ഇരിക്കുന്നത് കാണും. അങ്ങനെ ശിഖ അതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കും. അപ്പോ നീ 5 മന്ത്രവാദികളിൽ ഒരാളാണല്ലേ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഹീറോയിൻ അവളുടെ വാളെടുത്ത് നേത്തന്റെ തലയെ അങ്ങോട്ട് വെട്ടിക്കളയും. ആ ടൈമിനാണ് ഹൈത്തോയും ഡഗ്ലസും കൂടി നേത്തന്റെ റൂമിലേക്ക് കയറി വരുന്നത്. ഹൗ രക്ഷപ്പെട്ടു, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ എന്നും പറഞ്ഞ് നടന്നവളുടെ അടുത്തേക്ക് വരും. അപ്പൊ തന്നെ ശിഖയും എന്തായാലും നീ വന്നത് നന്നായി, ഈ തല ഞാൻ എവിടെ വെക്കും എന്നും പറഞ്ഞിട്ട് നേത്തന്റെ തല പൊക്കി കാണിച്ചു കൊടുക്കും. ഇത് കണ്ട് ഹൈത്തോന്റെയും ഡഗ്ലസിന്റെയും സകലമാന പിടിയും വിട്ട് വല്ലാണ്ട് ഒച്ച വെച്ചോണ്ടിരിക്കും. എന്തായാലും ഇതോട് കൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.